എൻ്റെ പേര് നിസാർ ബാബു. വെൽക്കം സോഫാസ് എന്നാണ് നമ്മളെ സ്ഥാപനത്തിൻ്റെ പേര്. പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ സ്ഥാപനം വരുന്നത്. സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 5 വർഷത്തോളമായി. ഇവിടെ വരുന്നത് കൂടുതലും കസ്റ്റമൈസ്ഡ് സോഫാസാണ്. എൻ്റെ കൂടെ നമ്മളെ ബെഡിൻ്റെ ഹെഡ്, അതേമാതിരി ഈ സോഫ ലിവിങ് ഏരിയയിലേക്ക് ആവശ്യമുള്ള ഒരു ഇതുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. കൂടുതൽ വർക്ക് വരുന്നത് ഈ മാനുഫാക്ചറിങ്ങിൽ വരുന്നത് കസ്റ്റമൈസ്ഡ് സോഫാസ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ നമുക്ക് കൂടുതലും ഈ ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുന്ന മോഡലുകളാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മോഡൽ വരുന്നതിനനുസരിച്ചാണ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. മെറ്റീരിയൽ കസ്റ്റമൈസ്ഡ് ആണ്. മെറ്റീരിയൽ നമ്മുടെ അടുത്ത് എല്ലാ റേഞ്ചിലുള്ള മെറ്റീരിയലും ഉണ്ട്. അതിൽ കസ്റ്റമർ സെലക്ട് ചെയ്യണ മെറ്റീരിയൽ നമ്മൾ കാറ്റലോഗ് കൊടുക്കും. കസ്റ്റമർക്ക് അതിൽ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യും. അതിൽ ഹൈ ആയിട്ട് വരുന്നതുകൊണ്ട്, മീഡിയം വരുന്നതും, ലോ വരുന്ന എല്ലാ ഐറ്റം. നമ്മൾ ഒരു 5 വർഷത്തെ സമയമാണ് പറയുന്നത്. അത് മെറ്റീരിയൽ അല്ല വരുന്നത്. നമ്മൾ ഫ്രെയിം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. കസ്റ്റമർ പറയുന്ന ഡേറ്റിന് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും. നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കസ്റ്റമർ ആവശ്യത്തിനനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് ബാക്കിൽ അർജൻറ്റ് ഉള്ള വർക്കുകൾ നമ്മൾ ഫ്രണ്ടിലാക്കിയിട്ട് കസ്റ്റമർ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ട് സാധനം കറക്റ്റ് ടൈമിൽ നമ്മൾ സിസ്റ്റം. ഇതിൽ വരുന്നത് മെറ്റീരിയലിലും ഇതിലൊക്കെ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓരോ വർഷത്തിലും അപ്ഡേറ്റ് ചെയ്തിട്ട് ഓരോ മെറ്റീരിയൽ വരുന്നുണ്ട്. കസ്റ്റമൈസ്ഡ് സോഫാസ് എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. റെഡിമെയ്ഡ് സോഫാസ് കൂടുതലും നമുക്ക് വരുന്നില്ല. ആദ്യം ഒരു 2-1 അങ്ങനെ കോർണർ ടൈപ്പിൽ അങ്ങനെ വരാറ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഫുള്ള് കസ്റ്റമൈസ്ഡ് സോഫാസ് ആയിട്ടാണ് വരുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ റേറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് ഓരോ വർഷം വരുമ്പോഴും അതിൻ്റേതായ മാറ്റങ്ങൾ വരുന്നുണ്ട്. കർട്ടൻസ് ചെയ്യുന്നുണ്ട്. ബ്ലൈൻഡ്സ്, റിപ്പിള്, ട്രാക്ക് വർക്ക്, എല്ലാ കർട്ടൺ ഐറ്റംസിൻ്റെ എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. ബെഡ് കസ്റ്റമൈസ്ഡ് ബെഡ് കൊടുക്കുന്നുണ്ട്. അത് കോമൺ സൈസ് അല്ലാതെ തന്നെ വരുന്ന സൈസുകളുണ്ടാവും. അതിലേക്ക് നമ്മൾ ബെഡ് എക്സ്ട്രാ അടിച്ചു കൊടുക്കും. സെപ്പറേറ്റ് ഓരോ ഹൈറ്റും ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ബെഡിൻ്റെ ബാക്ക് റെസ്റ്റിൽ ഹെഡ് ബോർഡ് വരുന്നുണ്ട്. അതിൽ വരുന്നത് അതിൽ ഡിസൈനിങ് പല ഡിസൈന് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ സോഫ ഐറ്റംസിൽ വരുന്ന അതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഫോം കൊടുത്തിട്ടുള്ള അങ്ങനത്തെ വരുന്നുണ്ട്. നോർമൽ വരുന്ന ഒരു ഫ്ലൈ ടച്ചിൽ വരുന്ന സാധനങ്ങളുണ്ടല്ലോ, ഈ മൈക്ക് വർക്ക് വരുന്നത്, അങ്ങനത്തെ പരിപാടി അതിൻ്റെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. വെല്ലുവിളികൾ നമ്മൾ ഏറ്റെടുക്കുന്നത് കറക്റ്റ് ടൈമിങ് വെച്ച് കൂടുതലും ഒരു ടാർഗറ്റ് വർക്കായിട്ടാണ് നമുക്ക് വർക്ക് വരിക. അപ്പോൾ സമയത്ത് തീർക്കുക എന്നുള്ളത് ഭയങ്കര വെല്ലുവിളി തന്നെയാണ്. അത് ഏറ്റെടുക്കലാണ് നമ്മൾ സക്സസ് ആയിട്ട് വരുന്നത്. കറക്റ്റ് ടൈമിൽ കസ്റ്റമർക്ക് സാധനം എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു ടാർഗറ്റ് വരിക. അപ്പോൾ ചില സമയത്ത് ലേബർ പ്രോബ്ലം വരും, ഇലക്ട്രിക്കൽ പ്രോബ്ലം, പല പ്രോബ്ലംസ് ഇതിൻ്റെ ഇടയിൽ കയറി വരും. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നല്ല വെല്ലുവിളി തന്നെ വരിക. ടാർഗറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ ഹൗസ് വാമിങ് ഡേറ്റ് ഫിക്സ്ഡ് ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ കസ്റ്റമർ അത് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കൊടുക്കൽ നമുക്കൊരു വെല്ലുവിളി തന്നെയാണ്. രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സൈസിൽ വരുമ്പോൾ സീറ്റിങ്ങിൻ്റെ ഇത് കൂട്ടുന്നതിനനുസരിച്ചിട്ട് റേറ്റിൽ മാറ്റം വരും. കൂടുതലും റേറ്റ് വരുന്നത് കസ്റ്റമർക്ക് ക്വാളിറ്റി എന്നുള്ള സംഭവത്തിൽ വരുമ്പോഴാണ്. അതായത് നമ്മൾ പറഞ്ഞു തരുമ്പോൾ എല്ലാവർക്കും ക്വാളിറ്റി ഉള്ളത് വേണം, പക്ഷേ റേറ്റ് കുറഞ്ഞും വേണം. അപ്പോൾ ക്വാളിറ്റി കൂട്ടി റേറ്റ് കുറച്ച് കൊടുക്കുക എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഞാനൊരു 12 വർഷം പുറത്തായിരുന്നു. ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പഠിച്ചു വരുന്നൊരു പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നാട്ടിൽ 5 വർഷമായി ഇത് പ്രൊഡക്ഷൻ പരിപാടിയായിട്ട് നാട്ടിൽ തുടങ്ങിയിട്ട്. നാട്ടിലുള്ളതാണ് വരുന്നത്. പിന്നെ നമുക്ക് പുറത്ത് ഒരു മാർക്കറ്റിംഗ് ലെവലിൽ നമ്മളൊരു ടീമുണ്ട്. അവരുടെ വർക്ക് പുറത്തുനിന്ന് നമ്മൾ സ്റ്റേറ്റ് മാറിയിട്ട് കുറച്ച് സാധനങ്ങൾ കയറ്റി വിടുന്നുണ്ട്. ഇത് ഓവർകം ചെയ്യാനാൽ കൂടുതൽ ആളുകളും ഇത് റേറ്റ് പൊട്ടിച്ചിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് റേറ്റ് പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ റേറ്റ് പൊട്ടിച്ചിട്ട് ചെയ്യാൻ നമ്മൾ ഇതുവരെ നിന്നിട്ടില്ല. കാരണം റേറ്റ് പൊട്ടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വാളിറ്റി കുറക്കേണ്ടി വരും. എന്ത് പറഞ്ഞാലും ഈ സാധനത്തിൻ്റെ ഇതിൽ കൊടുക്കുന്ന മെറ്റീരിയലിൽ അഡ്ജസ്റ്റ് ചെയ്യാതെ നമുക്ക് റേറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മാക്സിമം നമ്മൾ സെയിൽ കൂട്ടിയിട്ട് ഇതും അഡ്ജസ്റ്റ് ചെയ്ത് പോരാണ് പതിവ്. സീറ്റിംഗ് കംഫർട്ട് എന്നുള്ളത് ഇതിൽ നമ്മൾ വരുന്നത് കൂടുതലും നോർമൽ ടൈപ്പ് ചെയ്യുമ്പോൾ വെറും ഒരു ഹാർഡ് ഫോം ഇട്ടിട്ട് ഉള്ള പരിപാടിയാണ് ചെയ്യാറ്. ഇതിപ്പോൾ നമ്മൾ സീറ്റിംഗ് കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പോക്കറ്റ് സ്പ്രിങ് ആഡ് ചെയ്യും. അതിൻ്റെ കൂടെ സൂപ്പർ സോഫ്റ്റും ആഡ് ചെയ്യും. അപ്പോൾ സീറ്റിംഗ് കംഫർട്ട് ഉണ്ടാവും. അതേമാതിരി ആ കൊടുക്കുന്ന ഫോമുകൾ ഡെൻസിറ്റി കൂടിയതായതുകൊണ്ട് ലാസ്റ്റിങ്ങും നമുക്ക് പറയാവുന്നതാണ്. കൂടുതലും ഇതിൽ കംപ്ലൈൻറ്റ് വരുന്നത് ഏത് സോഫ റേഞ്ചിൽ വരുന്ന സാധനത്തിനും കംപ്ലൈൻറ്റ് വരുന്നത് സീറ്റിങ്ങിലാണ്. അപ്പോൾ സീറ്റിങ് താഴെ പോയിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്ന സംഭവങ്ങൾ അതിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്
വർക്കിൽ കൊടുത്ത് വരാറുള്ളത്. നമ്മളെ സ്ഥിരം ചെയ്യുന്ന KM-REXൻ്റെ അങ്ങനെ ഒരു കട ഉണ്ട്. പിന്നെ നമ്മൾ കാലിക്കറ്റിൽ നിന്ന് ചെയ്യാറുണ്ട്, കോട്ടക്കലിൽ നിന്ന് ചെയ്യാറുണ്ട്, ചട്ടിപ്പറമ്പ് എന്ന ഭാഗത്ത് നമ്മൾ കസ്റ്റമറുണ്ട് നമ്മളെ എടുക്കുന്നത്, അവിടെ നിന്ന് ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ കുറേ കാറ്റലോഗുകൾ കസ്റ്റമർ ഏത് സെലക്ട് ചെയ്യുന്നത്, അതിപ്പോൾ പെരിന്തൽമണ്ണത്താണെങ്കിൽ അവിടെ നിന്ന് എടുക്കും, കാലിക്കറ്റാണെങ്കിൽ അവിടെ നിന്ന് എടുക്കും. അങ്ങനെ എവിടെ നിന്നാണോ ഏത് കാറ്റലോഗ് ഏത് സ്ഥാപനത്തിൻ്റെ ആണോ എടുക്കുന്നതെങ്കിൽ അവരെ സാധനങ്ങൾ എടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ഗൾഫിലെ മോഡൽ നമ്മൾ ഇവിടെ കുറേ പരീക്ഷിച്ചാണ് വിജയിച്ചതാണ്. അതെന്ന് വെച്ചാൽ അവിടെ ഇവിടെയും തമ്മിൽ ഡിഫറൻസ് വെച്ചാൽ അവിടെ കൂടുതലും ക്ലോത്തിലാണ് അവിടെ സാധനങ്ങൾ ചെയ്യുന്നത്. റെക്സിൻ കുറവാണ്. നമ്മുടെ നാട്ടിൽ റെക്സിൻ ചെയ്യുന്നുണ്ട്. റെക്സിന് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. റെക്സിനിൽ ഇപ്പോൾ സ്ക്രാച്ചസ് വന്നു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യണമെങ്കിൽ കഴിയില്ല. ക്ലോത്തിൽ സ്ക്രാച്ചസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നേരെ മറിച്ച് റെക്സിനിൽ വെള്ളമായി കഴിഞ്ഞാൽ ഉള്ളിൽ പോകില്ല, ക്ലോത്തിൽ വെള്ളമായ ഉള്ളിൽ പോകും. അങ്ങനെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് രണ്ടിനും. നമ്മളെ കൂടെ നമ്മളെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മളെ ബ്രദേഴ്സ് ഉണ്ട്. അങ്ങനെ പിന്നെ മാർക്കറ്റിംഗ് ലൈനിൻ്റെ വേറൊരു ബ്രദർ ഉണ്ട്. അങ്ങനെ ഞങ്ങളൊരു ടീമായിട്ടാണ് പോകുന്നത്. കസ്റ്റമൈസ്ഡ് സോഫാസാണ് ഇപ്പോൾ ട്രെൻഡായി വരുന്നത്. അപ്പോൾ അതിൻ്റെ മാക്സിമം ലെവലിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു മോഡൽ എന്നുള്ള കൺസെപ്റ്റ് അല്ല. അതായത് മോഡൽ ഇപ്പോൾ ഫുള്ള് ഡിഫറെൻ്റ് ആണ്. നമ്മളെ കയ്യിലുള്ള മോഡലുകളല്ല കൂടുതലും വരുന്നത്, ഫോട്ടോ മോഡലുകളാണ്. അപ്പോൾ ഫോട്ടോ മോഡൽ ഇപ്പോൾ പഴയ പോലുള്ള ഒരു ഡയമണ്ട് വർക്ക് അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള വർക്കുകളാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ അങ്ങനത്തെ വർക്കുകൾ ഏത് മോഡൽ തന്നാലും ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഇതാണ് നമ്മൾ മുന്നിലേക്ക് കാണുന്നത്. എൻ്റെ ബേസ് ചെയ്ത് പോകുമ്പോൾ ഫുള്ള് ലൈറ്റ് കളറായിട്ടുള്ള ഇതുമാതിരിയുള്ള കളറുകൾ, ഐവറി, വൈറ്റാണ് കൂടുതൽ മൂവ് ആകുന്നത്. വീടുകളിലേക്ക് ഈ സ്റ്റൈൻസ് വരുന്നതിൻ്റെ ഒരു പ്രശ്നം കാരണം കൂടുതലും ഡാർക്ക് കളറാണ് എടുക്കുന്നത്. പിന്നെ ഒരു ഡിസൈനിങ്ങിൽ 3D ലൈനിൽ വരുമ്പോൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് ആ റൂമിന് ഭംഗി ഏതാണോ അവിടുത്തെ ആംബിയൻസ് അനുസരിച്ചിട്ടുള്ള കളറുകളാണ് കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്നത്. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ട് നമ്മൾ റേറ്റിൽ കളിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിനെ അത് ബാധിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ട കേസ്. നമ്മൾ കൂടുതലും ചെയ്യുന്ന വർക്ക് ഫിനിഷായി കൊടുക്കുക, സമയത്ത് സാധനം എത്തിച്ചു കൊടുക്കുക, അത്ര തന്നെ ശ്രദ്ധിക്കേണ്ട കേസുകളുള്ളത്. നമ്മളിതിൽ തുടക്കക്കാർ നമ്മൾ വലിയൊരു എക്സ്പീരിയൻസ് ഒരാളെന്നല്ല, എന്നിരുന്നാലും ഉള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫീൽഡിൽ. കസ്റ്റമർ ആവശ്യം ഇപ്പോൾ ഇന്നൊരു ഓർഡർ തന്നു നാളെ കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആ ഓർഡർ കൺഫേം ആക്കുന്നതിന് മുന്നേ നമുക്ക് നാളെ കൊടുക്കാനുള്ള വേറെ വർക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ നാളെ തന്നെ ഉണ്ടാക്കി കൊടുത്തിരിക്കും. അങ്ങനെയാണ് നമ്മളെ ഒരു പോളിസി. നാട്ടിലെ വർക്കുകൾ നമുക്ക് വരുന്നതിൽ 90% മൗത്ത് പബ്ലിസിറ്റിയാണ്. നമ്മളൊരു വർക്ക് എടുത്തിട്ട് അവിടെ ഒരാൾ വന്ന് കണ്ടു ഇത് എവിടുന്ന് ചെയ്തതാണ് ചോദിച്ചിട്ട് അങ്ങനെ വരുന്ന വർക്കുകളാണ് നാട്ടിൽ ബേസ് ചെയ്ത് വരുന്ന വർക്കുകൾ കൂടുതൽ വരുന്നത്. പുറത്ത് മാർക്കറ്റിംഗ് ലൈനിൽ നമ്മളെ ടീമുണ്ട്, അവർ പുറത്തുനിന്ന് മാർക്കറ്റ് ചെയ്ത് അതും ഇതുപോലെ അവർ ഏത് ടീം എടുക്കുകയാണെങ്കിലും ഫസ്റ്റ് സാമ്പിൾ 1-2 പീസ് കൊണ്ടുപോകും. അത് അവർ നോക്കി അവർക്ക് കംഫർട്ടാണ് തോന്നിയാലേ അവർ നെക്സ്റ്റ് ഓർഡർ നമുക്ക് തരുള്ളൂ. അപ്പോൾ അതുമാതിരി നമ്മളിരുന്ന് എടുത്ത ടീംസിൻ്റെ ഇരുന്ന് കണ്ടിട്ട് അവർ കോണ്ടാക്ട് കൊടുത്ത ടീംസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പുറത്ത് മാർക്കറ്റിംഗ് ഡെവലപ്പായിട്ട് പോകുന്നത്. കട്ടനിൽ വരുന്നത് സീബ്ര ബ്രൈൻസ്, റോമന്, അതുമാതിരി റിപ്പിള്, M-Track, അത് കട്ടനായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഒരു ട്രെൻഡി ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ റിപ്പിള്, M-Track പോലുള്ള വർക്കുകളാണ്, ഫുൾ ലെങ്തി വരുന്ന വർക്കുകൾ. പിന്നെ കോമൺ ആയിട്ട് ഇപ്പോൾ പഴയ നമ്മൾ റിങ്സ് ഇട്ട് ചെയ്യുന്ന കർട്ടന് പകരം ഇപ്പോൾ കോമൺ ആയിട്ട് സീബ്ര ബ്ലൈൻസ് ആണ് ചെയ്യുന്നത്. ഏറ്റവും അഫോർഡബിൾ ആണ്. പഴയ ക്ലോത്ത് റേഞ്ചിൽ ചെയ്യുന്നതിൻ്റെ തന്നെ ഉള്ളൂ ഇപ്പോൾ സീബ്ര ബ്ലൈൻസ് ചെയ്യാൻ വരുന്നുള്ളൂ. മൊത്തത്തിൽ ആദ്യം അവരെ ഡിസൈൻ നമ്മൾ നോക്കും. അവരെ ഡിസൈൻ അനുസരിച്ചിട്ടുള്ള ക്ലോത്തും കാര്യങ്ങളും നമ്മൾ കാണിച്ചു കൊടുക്കും അവർക്ക്. അവർ കളർ സെലക്ട് ചെയ്യും. ചിലത് ഡിസൈനിലുള്ള കളർ തന്നെ സെലക്ട് ചെയ്യുക, ചിലത് മാറ്റും. അപ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള മോഡലും എല്ലാ സംഭവങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഫാമിലിയിൽ നമ്മൾ ഫാദറുണ്ട്, മദറുണ്ട്, വൈഫ്, 3 മക്കളുണ്ട്. ഫാദർ പഴയ പ്രവാസിയായിരുന്നു. നമ്മളും കുറച്ചു കാലം പ്രവാസത്തിലായിരുന്നു. നാട്ടിൽ വന്ന് ഇങ്ങനെ പരിപാടി തുടങ്ങാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ഫാദറിനും നമ്മൾ നാട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ള താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് വീട്ടിൽ എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കേൾക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ശരിക്കും ഒരു ഹാപ്പിനെസ് ഉണ്ടാവുക. അതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ സാധനം അടിപൊളിയായിട്ടോ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നതെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മളെ കസ്റ്റമർ കൂടാനുള്ള കാരണം. അതായത് ഇങ്ങനെയുള്ള ആളുകൾ സംസാരിക്കും, നമ്മൾ പറയുന്നത് പോലെ അവർ ഓക്കെ ആവുകൊണ്ടാണല്ലോ പറയുന്നത്. അപ്പോൾ അത് അറിഞ്ഞിട്ട് അവരെ ഫീഡ്ബാക്ക് കേട്ടിട്ടാണ് അടുത്ത കസ്റ്റമർ നമുക്ക് വരാൻ. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു
പബ്ലിസിറ്റി കിട്ടണം എന്നുള്ളതും കൂടി നമുക്ക് ആവശ്യമാണ്. അതിനനുസരിച്ചുള്ള നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. നല്ല അഭിപ്രായം വരാനുള്ള റേഞ്ചിലുള്ള വർക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ഇതുവരെ ഉള്ളതിലൊക്കെ ഹാപ്പിയാണ്, നല്ല ഫീഡ്ബാക്ക് ആണുള്ളത്. ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് അവർ മോഡലും ഇതും തരുന്നതിന് മുന്നേ നമ്മൾക്ക് ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും, ചില ആളുകൾ ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്ത ആളുകളായിരിക്കും. ഇതിൽ ഉപയോഗിക്കുന്ന ഫോമുകളെ പറ്റിയോ ക്ലോത്തിനെ പറ്റിയോ ജസ്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും സോഫയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കും. ഇന്ന ഫോം ഉപയോഗിക്കും, ഇന്ന ഡെൻസിറ്റി, ഇത്ര ഡെൻസിറ്റി, അവർക്ക് ഇതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ ഇവിടെ കമ്പനിയിൽ കൊടുത്തിട്ട് നമ്മൾ ആ സാധനങ്ങൾ കാണിച്ചു കൊടുക്കും. ഇത് ഉപയോഗിച്ച സാധനങ്ങൾ ഇവർക്ക് ഫ്രണ്ടിൽ കാണിച്ചിട്ട് അവർക്ക് തുണിയും ഒക്കെ ഇതിൻ്റെ എല്ലാ ഐറ്റംസും കാണിച്ചിട്ട് അങ്ങനെയാണ് നമ്മളൊരു ഓർഡറിലേക്ക് കിടക്കുന്നത്. പിന്നെ അവരുടെ സൈസ് അവർ പറഞ്ഞ സൈസ് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെയും നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞിട്ട് സൈസും അങ്ങനെ സെറ്റാക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അത് ഓർഡർ അനുസരിച്ചാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഈ ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് അതിൽ കൂടുതൽ നോക്കേണ്ട ആവശ്യമുള്ളത്. ഒരു സ്പേസ് നമുക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു സോഫ വെക്കുന്ന സ്ഥലത്ത് നമുക്ക് ബെഡുമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒരു സ്പേസ് ഉപയോഗിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതിൽ കൂടുതലായിട്ട് വരുന്നത്. പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളതാണ്. നമ്മളൊരു സുഹൃത്തിൻ്റെ സ്ഥാപനമുണ്ട് ഇവിടെ, അവന്യൂ എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ ലാബിക്ക് ആയിട്ടുള്ള ലാബിൻ്റെ എക്യുപ്മെൻറ്റ്സ് കിട്ടുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ അടുത്താണ് നമ്മളെ ഈ മാനുഫാക്ചറിങ് വരുന്നത്. സ്ഥാപനത്തിൽ ആ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് വരുന്നത്. ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പട്ടാമ്പി റോഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു 50 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഓഫീസ് വരുന്നത് വളയമുച്ചി, നമ്മളെ പട്ടാമ്പി റോഡിന് വളയമുച്ചി പറഞ്ഞ സ്ഥലത്താണുള്ളത്.